ആരാധന യേശുവേ ആരാധന. ഈശോയെ നോക്കിക്കൊണ്ട് ആരാധന, വിശ്വാസത്തോടെ ആരാധന, തീക്ഷ്ണതയോടെ യേശുവേ ആരാധന. നമ്മുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആരാധന ആരാധന, സ്നേഹമേ ആരാധന ആരാധന ആരാധന, സ്നേഹമേ ആരാധന ആരാധന ആരാധന. എല്ലാവരും ഈശോയെ ആരാധിക്കട്ടെ, ഹൃദയപൂർവ്വം ആരാധിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന. നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക. എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേകം ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ. യേശുനാമം പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ. ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ഹല്ലേലൂയ. ഞങ്ങൾ നിന്മക്കളല്ല ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര അങ്ങേ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. ആദ്യ ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷത്തോടെ തന്നെ ഇരിക്കണം. പരിശുദ്ധ പിതാവിൻ്റെ കുർബാന അബുദാബിയിലെ 41 ഡിഗ്രി ചൂടിൽ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ കുർബാന മുഴുവൻ കൂടുകയായിരുന്നു. ശരിക്കും അവർ നിൽക്കുന്നത് മുകളിൽ ഒന്നുമില്ലാത്ത തനി വെയിലത്ത് നിൽക്കുക ജനങ്ങൾ. എന്ത് ഹൃദയമാണ് ആ കാഴ്ച കാണാൻ. എത്രയോ ആയിരങ്ങളുടെ എത്രയോ വർഷങ്ങളായുള്ള പ്രാർത്ഥനയാണ് പാപ്പ മിഡിൽ ഈസ്റ്റ് സന്ദർശിച്ച് കർത്താവിൻ്റെ ബലി അർപ്പിക്കണമെന്നുള്ളത്. എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് പാപ്പായുടെ വേദിയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അമ്മയുടെ സാന്നിധ്യം
അവിടെ അനുസ്മരിക്കപ്പെട്ടതിൽ ഏറെ സന്തോഷം. സ്തുതിയുടെ ഹല്ലേലൂയ. ഉടമ്പടിയിൽ അനേകം മക്കൾ വലിയ വലിയ സാക്ഷ്യങ്ങളുമായി ആധ്യാത്മിക മുന്നേറ്റം നടത്തുകയാണ്. ഉടമ്പടി സാക്ഷ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒത്തിരിയേറെ പ്രൊഫഷണൽ മേഖലയിൽ ഇന്ന് സാക്ഷ്യം പറഞ്ഞ ജോലി കാര്യങ്ങൾ, അത് ചെറുപ്പക്കാർക്കും യുവതലമുറയ്ക്കുമുള്ള ദൈവത്തിൻ്റെ ഒരു സന്ദേശമാണ്. നിങ്ങളുടെ വേദനാജനകമായ ജീവിത മുന്നേറ്റത്തിൽ നിങ്ങൾ ഒറ്റക്കല്ല എന്നാണ് അമ്മ പറയണത്. ആ PT എക്സാമിനേഷൻ്റെ റിപ്പോർട്ട് പിന്നെയും സാക്ഷ്യത്തിൽ വന്നു. IELTS-നേക്കാൾ കുറച്ചുകൂടി ടെക്നിക്കൽ പ്രിസിഷൻ വേണ്ട ഒരു പരീക്ഷയാണ് PT എക്സാമിനേഷൻ. അങ്ങനെ ഒരു സാക്ഷ്യം നേരത്തെ ഇവിടെ വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പഠിച്ചത്. അത് ഫുൾ ആൻഡ് ഫുള്ളായി കമ്പ്യൂട്ടറിനോട് തന്നെയാണ് നമ്മൾ എക്സാം ചെയ്യുന്ന കമ്പ്യൂട്ടർ തന്നെയാണ്. അതുകൊണ്ട് പ്രൊനൗൺസിയേഷൻ, ഫോണറ്റിക്സോ അതിൻ്റെ വേവ് ലെങ്ത് അനുസരിച്ച് പോലും ചില സമയത്ത് നെഗറ്റീവ് മാർക്ക് വരും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ ഇത് നമ്മളുടെ കഴിവിൻ്റെ അപ്പുറത്ത് പരിശുദ്ധ അമ്മ തന്നെ 90-ൽ 90 മാർക്കും നൽകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നീ തളർന്നാലും ഞാൻ നിന്നെ താങ്ങും. സ്തുതിയുടെ ഹല്ലേലൂയ. നീ തളർന്നാലും ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിൻ്റെ ഈ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. ഇനി ഉടമ്പടി പ്രാർത്ഥനയിലെ പ്രോസസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഒരു പ്രാർത്ഥനയ്ക്ക് ചില കാര്യങ്ങൾക്ക് ഒരു താമസം വന്നാലും നിങ്ങളതിൻ്റെ അകത്ത് ഡെസ്പാവരുത്. എന്താ കാര്യം വെച്ചാൽ ഒരു അപ്പച്ചനിവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ, അപ്പച്ചനെ ഉടമ്പടിയുടെ ആദ്യ തലമുറയിലുള്ള ആളാണ്. ഉടമ്പടി തുടങ്ങിയ കാലം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കുമ്പളങ്ങിയിൽ അപ്പച്ചൻ ഉടമ്പടി എടുത്തത്. എനിക്ക് ആ വിഷയം എല്ലാം അറിയാം. കാര്യം അപ്പൻ ഒരു 3 പ്രാവശ്യമെങ്കിലും എൻ്റെ അടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം പറഞ്ഞത് സ്ഥലത്തിൻ്റെ ആ വഴിയുടെ കാര്യമാണ്. വഴിയുമായിട്ട് ഭയങ്കരമായ ഒരു വിഷയത്തിലായിരുന്നു. ഞാൻ ആ വിഷയത്തിലൂടെ കടക്കുന്നില്ല. ചിലപ്പോൾ അവരുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരൊക്കെ ഇവിടെ ചിലപ്പോൾ കാണുമായിരിക്കും. അത് വഴി കിട്ടത്തില്ലായിരുന്നു. വഴി കിട്ടിയില്ലെങ്കിൽ ഉള്ള മാർഗം എന്താണെന്നറിയാവോ? അവർ ചേർ പിടിച്ച വഴിയിലൂടെ, ഒരടി വഴിയിലൂടെയാണ് ഇവർ പുറത്ത് പോയിക്കൊണ്ടിരുന്നത്. അതൊന്നും അപ്പച്ചൻ പറഞ്ഞില്ല. ഒരു ചേറ് പിടിച്ച ചെളിയായ വഴിയിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഉടുപ്പ് ഇട്ട് നടക്കാൻ പറ്റത്തില്ല. കാര്യം അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന വേലി പത്തലെ മുട്ടും. അപ്പോൾ മഴയത്താണെ പോകാനും പറ്റത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് വിറ്റിച്ചുട്ട് പോണ അച്ഛാ ഇവിടുന്ന്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ആൾക്കാരെ ഉദ്ദേശിക്കണത്. പെട്ടവരൊക്കെ കൊടുത്തിട്ട് വീട് പകുതിയായി കുറച്ച് പണിത് അങ്ങനെ നിന്നുപോയി. സാധനം കൊണ്ടുവരാനൊന്നും പറ്റണില്ല. ചീന വില വിൽക്കണതൊക്കെ ഒരു സെക്കൻഡറി തിങ്ങാണ്. അവിടുന്ന് പോകണമെങ്കിൽ പിന്നെ വിറ്റാൽ ശരിക്കും മതി. പിന്നെ അപ്പത്തിന് വയസ്സായത് കൊണ്ട് അത് വിറ്റ് മാറ്റിയതാണ്. എന്ത് കേസായാലും ശരി. ഇപ്പം ചില വിഷയങ്ങൾക്ക് ആ വിഷയത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഉടമ്പടി ഈ പുസ്തകത്തിലുണ്ട്. വിഷയത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് സമയം ചില കാര്യങ്ങൾക്ക് വരണത്. എല്ലാ കാര്യങ്ങൾക്കും അല്ല, ചില കാര്യങ്ങൾ. ആ കേസ് തീരുക അത് ഒരു മത്സര വിഷയമായി കഴിഞ്ഞാൽ അവർ വഴി കൊടുക്കത്തില്ല. ഇവർക്ക് മേടിക്കാനുള്ള നിയമപരമായിട്ട് പോലും ഇവർക്ക് പരിരക്ഷ കിട്ടത്തില്ല. അപ്പം അതൊരു ഭയങ്കര വിഷമയം പിടിച്ച കാര്യമാണ്. അമ്മ തന്നെ തീരുമാനിക്കണം. ആദ്യം തന്നെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് സിമി. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ജൂലൈയിലായിരുന്നു. അതിനുശേഷം ഞാൻ 2023 മാർച്ചിലാണ് ഉടമ്പടി പുതുക്കുന്നത്. പിന്നീട് അതുവരെ ഇന്നുവരെയും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ്. അത് തീർത്ഥാടന ഉടമ്പടിയും ഓൺലൈൻ ഉടമ്പടിയുമായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഞാൻ കഴിഞ്ഞ വർഷം നവംബറിൽ ഇവിടെ ഇന്ന് ആദ്യമായി സാക്ഷ്യം പറഞ്ഞു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്.
അന്ന് എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹം അത് ഇവിടെ വന്ന് അഖണ്ഡ ജപമാല പങ്കെടുത്ത് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഓസ്ട്രേലിയൻ വിസ ഗ്രാൻറ്റ് ചെയ്തു എന്നതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിസംബർ 31, 2024 ഓസ്ട്രേലിയയിൽ ചെല്ലുകയും അവിടെ ചെന്ന് ഞങ്ങൾ ജോലി അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 1.5 മാസത്തോളം ഞാൻ പലവിധ കമ്പനികളിൽ എൻ്റെ CV കൊടുക്കുകയും അതുപോലെ പലയിടത്തായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുന്നു. ബട്ട് എനിക്ക് എല്ലായിടത്തും റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നീട് ആ സമയം അവിടെ ഒരു ജോലിയിൽ പെട്ടെന്നൊരു വേക്കൻസീസ് കുറവുള്ളൊരു സമയമായിരുന്നു, ജനുവരി ഫെബ്രുവരി ടൈമിൽ. അതിനുശേഷം ഞാൻ ഹസ്ബൻഡിനൊരു ജോലിയായി. പക്ഷേ ഞാൻ അവിടെ പല ഇൻ്റർവ്യൂസിനും നോക്കുന്നു. എനിക്ക് വിരലിലെണ്ണാവുന്ന ഇൻ്റർവ്യൂ മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ തന്നെ സാധിച്ചിരുന്നത്. അപ്പോഴും ഞാൻ വളരെ സ്ട്രെസ്ഡായി പോവുകയായിരുന്നു. കാരണം 1.5 മാസത്തോളമായി ഒരു ജോലി ലഭിക്കുന്നില്ല, മറ്റൊരു രാജ്യം. ഞങ്ങളവിടെ ഒരു അടുത്ത റിലേറ്റീവിൻ്റെ കുടുംബത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ എന്നിൽ തന്നെ വിലയിരുത്തി എന്തായിരിക്കും എനിക്ക് ഒരു ജോലി ലഭിക്കാൻ, എൻ്റെ മാതാവിൽ നിന്ന് എനിക്കൊരു അനുഗ്രഹം ലഭിക്കാനുള്ള താമസം വരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഉടമ്പടി എടുക്കുന്നതിൽ വരുന്ന വീഴ്ചകൾ അത് ഒരു കാരണമാണ്. അങ്ങനെ ഞാൻ 5:30-ക്കുള്ള പ്രദക്ഷീകരണത്തിന് മുമ്പ് തന്നെ എണ്ണീറ്റ് കുളിച്ച് പ്രദക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അതുപോലെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഇൻ്റർവ്യൂസിന് പോകുമ്പോഴോ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന അച്ഛൻ്റെത് കണ്ടിട്ട് പ്രാർത്ഥനയോടെയാണ് പോകുന്നത്. പിന്നീട് ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ എമൗണ്ട് ആണെങ്കിലും എൻ്റെ നാട്ടിലെ അക്കൗണ്ടിൽ നിന്ന് പാവങ്ങൾക്ക്, അനാഥാലയങ്ങൾക്ക് ഞാൻ സംഭാവന അയച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ചിന്തിച്ചു, ഉടമ്പടി നേർച്ച വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ കാശുരൂപം ബാഗിലിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ ബാഗിലിട്ട് വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. പക്ഷേ ഞാൻ ഇതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകെ പിടിക്കും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ ആ കാശുരൂപം എൻ്റെ കൈ മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം വളരെ വിശ്വാസത്തോടെ ചൊല്ലും. ബിക്കോസ് എനിക്ക് അവിടെ വേറെ നമുക്കൊരു ആശ്രയമില്ല, അത് ഈശോയും മാതാവും തന്നെയാണ് നമുക്ക് ആശ്രയമായി വരേണ്ടതെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ ഞാനത് മുറുകെ പിടിച്ച് നടന്നു പോകുമ്പോഴോ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴോ ഞാനത് മുറുകെ പിടിച്ചിരിക്കും. ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴോ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും അവർക്ക് കാണാവുന്ന പാകത്തിൽ ഒരു കൈക്കൊന്തയിൽ എൻ്റെ കൈശരൂപം മുറുകെ പിടിച്ച് വെച്ചിരിക്കും. അങ്ങനെ ഞാൻ ആദ്യം അതിനുശേഷം അറ്റൻഡ് ചെയ്ത ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ആ ഇൻ്റർവ്യൂ പിന്നീട് എനിക്ക് ലഭിച്ചില്ല. പക്ഷേ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അടുത്ത ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചു. നെക്സ്റ്റ് ഡേ തന്നെ അടുത്ത ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പറഞ്ഞു. അതും അവിടെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാനതിന് പങ്കെടുത്തു. അവിടെയും ഞാൻ ഈ കാശുരൂപം മുറുകെ കൈകളിൽ പിടിച്ചുകൊണ്ടാണ്, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ പേപ്പറിൽ ഉപ്പ്, അവിടെ ഞാൻ ഇൻ്റർവ്യൂവിൽ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിടും. അത് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൻ്റെ എൻഡിൽ തന്നെ അവർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, ഉടനെ തന്നെ കോള് വരും എന്ന്. ഞാൻ വീട്ടിൽ ചെന്ന് കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ അവരെന്നെ വിളിച്ചു, ഡീറ്റെയിൽസ് പറഞ്ഞു. കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതും എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാനപ്പോൾ ആഗ്രഹിച്ചിരുന്നു, മാർച്ച് ഫസ്റ്റ് വീക്കിനാണ് 50 നോയമ്പ് തുടങ്ങുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ 50 നോയമ്പ് എടുക്കാറുള്ളതാണ്. സോ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വീട്ടിലാണുള്ളത്, പക്ഷേ മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾക്കൊരു വീട് ലഭിക്കണമേ, ഒരു റെൻറ്റിനൊരു വീട് ലഭിച്ച് അവിടെ വെച്ച് വേണം എനിക്ക് എൻ്റെ നൊയമ്പ് തുടങ്ങാനെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഹസ്ബൻഡിനൊരു ജോലിയായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളെ റിലേറ്റീവിൻ്റെ തന്നെ ഒരു ഫ്രണ്ട്സ് അവരുടെ പുതിയ ഭവനം ഒരാഴ്ചയായതേ ഉള്ളൂ ഗൃഹപ്രവേശനം നടത്തിയിട്ട് അവിടെ ഒരു ഗ്രാനി ഫ്ലാറ്റെന്ന് കൊടുക്കാനുണ്ട്, അത് നിങ്ങൾ വന്ന് കാണാൻ ഇങ്ങോട്ട് ഞങ്ങളെ വിളിച്ച് അവിടെ വന്ന് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്കത് ഓക്കെ ആയിരുന്നു. ഇന്ന് വരെയും ഞങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നതും. അങ്ങനെയും മാതാവ് അവിടെ ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചു. അത് ഫെബ്രുവരി 22 തന്നെ ഞങ്ങൾക്ക് അവിടെ കയറി താമസിക്കുവാനായിട്ട് സാധിച്ചു. പിന്നീട് ഞാൻ ഈ ഒരു ജോലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വീണ്ടും ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു അവർ ജോയിൻ ചെയ്യേണ്ടത്. അതിനിടയ്ക്ക് തന്നെ ഞാൻ വേറെ അപ്ലൈ ചെയ്ത ഒരിടത്തു നിന്ന് എന്നെ വീണ്ടും വിളിച്ചു. അതും ഗവൺമെൻറ്റിൻ്റെ തന്നെയായിരുന്നു. അവർ എനിക്ക് ഇൻ്റർവ്യൂ വെച്ചു. ഞാൻ ജസ്റ്റ് അറ്റൻഡ് ചെയ്തു. എന്നാലും ഒരു ഓഫർ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത് പിറ്റേത് തന്നെ അവർ വിളിച്ചു, നിങ്ങൾക്ക് ജോലി ആയിട്ടുണ്ട്, നിങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഓൾറെഡി ഒരു ജോലിയുടെ കോൺട്രാക്റ്റ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എനിക്കിതിന് ചെയ്യാൻ സാധിക്കുമോ എന്നറിയത്തില്ല. എങ്കിലും ഞാൻ അവരോടൊന്ന് ഡേറ്റ് കൺഫർമേഷൻ വാങ്ങിച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരു വാക്ക് കൊടുത്തു പോയതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ രണ്ടാമത് കിട്ടിയ ജോലി എന്ന് പറയുന്നത് സാലറിയിൽ വൈസ് ആയാലും എല്ലാ ബെനിഫിറ്റിലായാലും എനിക്ക് ആദ്യം കിട്ടിയതിനേക്കാൾ നല്ലതായിരുന്നു. അവരും ആ കാര്യം തന്നെ എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, നമ്മൾ ഓൾറെഡി ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടത്തില്ല എങ്കിൽ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു.
അന്ന് ഒറ്റ ദിവസമാണ് അവരെനിക്ക് സമയം തന്നത്. ആ കൺഫർമേഷൻ വാങ്ങിച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി തരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരാളെ പരിഗണിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പലതവണ കോൾ ചെയ്തു, പക്ഷേ ആദ്യത്തെ ഏജൻസി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു അവരെടുക്കുന്നില്ല, പക്ഷേ എന്നാൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലും വിളിക്കുക, എൻ്റെ ഇത് ക്യാൻസൽ ചെയ്തോളാൻ പറഞ്ഞു. ഉടനെ തന്നെ എന്നെ ഫസ്റ്റ് ഏജൻസി വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറേ മാസങ്ങളായിട്ടൊരു ജോലിക്ക് വേണ്ടി നോക്കുന്നു, ഇപ്പോൾ ദേ എനിക്കൊരു ഓഫർ കിട്ടി, ഇതിലും ബെറ്ററാണ്, പക്ഷേ എങ്കിലും നിങ്ങളൊരു ജോയിനിങ് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. അവർ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്കൊരു ജോയിനിങ് ഡേറ്റ് പറയാൻ പറ്റില്ല, കുറേയധികം പ്രോസസ്സിങ്ങിൽ കിടക്കുന്നത് കാരണം നിങ്ങൾക്ക് മറ്റേതിൽ രണ്ടാമത് കിട്ടിയ ഓഫറിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് അവരെന്നോട് പറഞ്ഞു. ഇനിയും എന്തെങ്കിലും ഒരു ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റും ചെയ്യാമെന്ന് പറഞ്ഞ് വളരെ സന്തോഷപൂർവ്വം തന്നെ അവിടുന്ന് ഞാനത് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞാൻ സെക്കൻഡ് എനിക്ക് കിട്ടിയ കമ്പനിയിൽ തന്നെ വിളിച്ച് പറഞ്ഞു. അവർ നിശ്ചിതമായൊരു ജോയിനിങ് ഡേറ്റ് തന്നു. അതിൽ ഞാൻ ജോയിൻ ചെയ്തു. 6 മാസത്തോളം അവിടുത്തെ കോൺട്രാക്റ്റ് വർക്ക് ചെയ്തു. അതിനുശേഷവും ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു എനിക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണമെന്ന്. അപ്പോഴും അവരെനിക്ക് 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഡിസംബർ 16 വരെ എനിക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. ഇതിനിടയ്ക്ക് എനിക്ക് വീണ്ടും പല കാര്യങ്ങൾ, പല കാലുവേദനകൾ, പല അസുഖങ്ങൾ വന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുത്തെ ടെസ്റ്റുകൾ നടത്താൻ നേരത്ത് ശക്തമായി ഞങ്ങൾ ഈ തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ ഒന്നും അധികം ടാബ്ലറ്റുകളോ ഒന്നും കഴിക്കേണ്ടതായ ഒരു അസുഖമോ ഒന്നും അല്ല. ചിലപ്പോൾ ഒരു കാലാവസ്ഥയുടെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതെല്ലാം വളരെ അത്ഭുതപൂർവ്വം എൻ്റെ മാതാവും എൻ്റെ ഈശോയും അത് ഞങ്ങൾക്ക് മാറ്റി തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറയുമായിരുന്നു എനിക്കിവിടെ നന്ദി പറയാൻ അടുത്ത ജപമാല റാലിക്കും ഇവിടെ പങ്കെടുക്കണം എന്ന്. പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ലീവില്ല. അങ്ങനെ ഞാൻ എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ പറയും എന്നെ മാതാവും ദൈവവും അനുവദിച്ചാൽ ഞാനിവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ പറയുമായിരുന്നു. ഞാൻ 1 മാസം മുന്നേ തന്നെ മാനേജർക്ക് ലീവിന് റിക്വസ്റ്റ് കൊടുത്തു. അവരത് അപ്പോൾ തന്നെ സാങ്ഷൻ ചെയ്ത് തരികയും ചെയ്തു. അങ്ങനെ ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി ഈ ജപമാല റാലിയിലേക്ക് 23-ാം തീയതി ഇവിടെ വരികയും 24-ാം തീയതി വൈകിട്ട് കൃപാസനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. വളരെ സന്തോഷത്തോടെ എനിക്ക് ഈ റാലിയിൽ പങ്കെടുക്കാനായിട്ടും സാധിച്ചു. അതിനുശേഷം ഈ ഒരു അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി. എനിക്ക് ഇവിടെ കിട്ടിയിരുന്ന ജോലി ഒരു സപ്പോർട്ട് ജോലിയായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവേ എനിക്കൊരു ഡെവലപ്മെൻറ്റിൽ ഞാൻ ചെയ്തിരുന്ന സെക്ഷനിൽ തന്നെ എനിക്കൊരു ജോലി ലഭിക്കണമേ മാതാവേന്ന്. ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ അവരെനിക്കൊരു നല്ലൊരു ടാസ്ക് തന്നെ എൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി തന്നെ തന്നു. അത് കൂടുതലായിട്ടും എനിക്ക് വിശ്വാസയോഗ്യമാകുന്ന ഒരു രീതിയിൽ അവിടുത്തെ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തി എന്നോട് പറഞ്ഞു നിങ്ങളെ ആദ്യം സെലക്ട് ചെയ്തിരുന്നത് ഞങ്ങൾ ഈ ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് എന്തോ ഒരു ലക്കുണ്ട്, നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ പ്രൊഫഷന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിന് മാച്ചായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ജോലി തന്നെയായിരുന്നു. അതും മാതാവ് ഒരു വലിയ അനുഗ്രഹമാണ് എനിക്കവിടെ തന്നത്. അതുപോലെ തന്നെ ഈ ഒരു ജോലിയിൽ ഇപ്പോൾ ഒരു എക്സ്റ്റൻഷൻ കിട്ടുകയാണെങ്കിൽ പോലും അത് 1 മന്തിന് മുമ്പേ മാത്രമേ അവർ നമ്മളോട് പറയത്തുള്ളൂ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ഉണ്ട് എന്ന്. പക്ഷേ ഇവിടെ ഞാൻ ജപമാല റാലി പങ്കെടുത്ത് ഒക്ടോബർ 28-ാം തീയതി അവർ എനിക്ക് മെയിൽ അയച്ചു നിങ്ങൾക്ക് വീണ്ടും അടുത്ത എക്സ്റ്റൻഷൻ ഉണ്ട്, മാർച്ച് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു വലിയ എൻ്റെ മാതാവിൻ്റെയും എൻ്റെ ഈശോയും എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ തന്നെ ഞാൻ MSc ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാമിൽ എനിക്ക് 1-2 വിഷയങ്ങൾക്ക് നല്ല ടഫായിട്ട് തോന്നി. എങ്കിലും മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് സാഹചര്യം ഒരുക്കി തന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റുവാണെങ്കിൽ ഞാനിവിടെ ഒന്ന് പറഞ്ഞോളാം, അമ്മ എനിക്ക് നല്ല ഒരു റിസൾട്ട് എനിക്ക് നൽകണമേ എന്ന്. അതിനും എനിക്ക് നല്ല രീതിയിൽ മാർക്ക് നൽകി പാസ്സാകുവാനായിട്ട് സാധിച്ചു. പിന്നീട് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ അനാഥാലയങ്ങളിൽ ഒരു അനാഥാലയത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് മന്ത്ലി കൊടുക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സഹായം അഭ്യർത്ഥിച്ച് നമ്മളെടുത്ത് ചോദിക്കുന്ന ആർക്കും ഇല്ല എന്ന് പറയാനോ അവർക്ക് ആവശ്യമായ സാഹചര്യം കണ്ട് പെരുമാറുവാനോ ശ്രമിക്കാറുണ്ട്. പിന്നീട് ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഞായറാഴ്ചകളിൽ ഇടയ്ക്ക് അല്ലെങ്കിൽ മുടങ്ങാറുണ്ട് പള്ളിയിൽ പോകുവാൻ. പക്ഷേ ഇന്ന് ഉടമ്പടിയിലായിരിക്കുന്ന ഞാൻ എപ്പോഴും എവിടെയെങ്കിലും ഒരു ദിവ്യബലി പങ്കെടുക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോഴും ഞാൻ ജോലിയിൽ പോകുന്ന ദിവസങ്ങളിൽ അവിടെയുള്ള ഇംഗ്ലീഷ് മാസുകൾ രാവിലെ പോയി കൂടിയിട്ട് പറ്റുന്നിടത്തോളം ഞാൻ കൂടാൻ ശ്രമിക്കും. അതിനുശേഷമാണ് ജോലിയിൽ പോകുന്നത്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റമാണ്. അതുപോലെ തന്നെ 30 മിനിറ്റ് ബൈബിൾ വായന ചെയ്യുകയും അത് 2 തവണ സമ്പൂർണ്ണ ബൈബിൾ വായിക്കുകയും 3-ാമത്തെ തവണ പകുതിയോളം ഇപ്പോൾ വായിച്ച് കഴിയുകയും ചെയ്തു. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഡെയിലി സ്റ്റേറ്റസ് ആയിട്ടിടുകയും അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം സ്റ്റേറ്റസ് ആയിട്ടിടുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ മാതാവിൻ്റെ പ്രദശീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ഇവിടുത്തെ മാതാവിൻ്റെ പിക്ചറും ഒരു PDF ഉണ്ടാക്കി അത് പ്രിൻ്റ് ചെയ്ത് അവിടുത്തെ തന്നെ ക്യാപിറ്റൽ സിറ്റിയിലുള്ള ഒരു വലിയ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ
പ്രാർത്ഥനയുടെ പേപ്പറുകൾ വെച്ചിരിക്കും, അവിടെ ആളുകൾക്ക് വന്നെടുക്കാം. അതേ സ്ഥലത്ത് നമ്മുടെ കൃപാസന മാതാവിൻ്റെ പേപ്പറുകൾ ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രത്തോളം അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് നൽകിയ എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ദീപ്തി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് ചെയ്തു തന്ന വൻ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. 2022 ഫെബ്രുവരി 17 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്തു വരികയായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു ഞാൻ ജോലി ചെയ്തു വന്നിരുന്നത്. എന്നാൽ ഓഫീസ് സംബന്ധമായ ചില ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉണ്ടായത് കാര്യം ഓഫീസ് മൊത്തത്തിൽ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സർക്കാർ ഉത്തരവ് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ കോഴിക്കോടേക്ക് പോയി. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത ധൈര്യത്തിൽ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, മാതാവേ, അധിക നാൾ എന്നെ നീ കോഴിക്കോട് നിർത്തിയേക്കല്ല്, എന്നെ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കണം. അങ്ങനെ കോഴിക്കോട് ചെന്നിട്ട് ഞാൻ നാട്ടിലേക്ക് ഉള്ള ജോലികളെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരവസരങ്ങളും അങ്ങനെ ഒത്തു വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ വകുപ്പിന് കീഴിലുള്ള മറ്റൊരു ഓഫീസിൽ, വനിതാ വികസന കോർപ്പറേഷൻ എന്ന ഓഫീസിൽ വാക്കൻസി റിപ്പോർട്ടാവുകയും ഞാൻ തിരുവനന്തപുരത്തേക്ക് ഉള്ള വാക്കൻസിയിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂവിനും റിട്ടേൺ ടെസ്റ്റിനും ഉള്ള കോൾ ലെറ്റർ വന്നു. ഞാൻ ഓഫീസിൽ, അവരുടെ തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പം ഞങ്ങളെല്ലാവരും 10-25ഓളം പേര് ആ ഹോളിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു ഹോളിലിരുത്തി ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഓരോരുത്തരായിട്ട് റിട്ടേൺ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനും അവർ വിട്ടിരുന്നത്. അങ്ങനെ ഹോളിലിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, ഇത് പെട്ടെന്നൊന്നും കിട്ടാൻ സാധ്യതയില്ല, 1-2 വാക്കൻസികൾ മാത്രമാണുള്ളത്, അതും റെക്കമെൻഡേഷൻ വഴി കയറാൻ നിൽക്കുന്ന ഒരുപാട് പേര് കാണും. കൂടാതെ ആ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്നവർ ഇതിന് പ്രൊമോഷൻ എന്ന രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ, ഈ ഭൂമിയിൽ മനുഷ്യനായിട്ടുള്ള ആർക്കും എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മാതാവ് തന്നെ സ്വർഗത്തിൽ നിന്ന് വന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യണം, എന്നെ ഈ ജോലി എനിക്ക് വാങ്ങിത്തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. കാശ് രൂപം വെച്ച് തന്നെ ഞാൻ പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂകളിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് എവിടെന്നോ ഇല്ലാത്ത ധൈര്യം അന്ന് ആ ഇൻ്റർവ്യൂവിന് എനിക്ക് കിട്ടി. മലയാളത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഇംഗ്ലീഷിലാണ് അങ്ങോട്ട് ഉത്തരം പറഞ്ഞത്. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ തിരിച്ച് കോഴിക്കോടേക്ക് പോയി. 2 മാസത്തേക്ക് അതിൻ്റെ അറിയിപ്പൊന്നും വന്നിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കാൻ വന്നു. പുതുക്കിയതിൻ്റെ അടുത്ത മാസം തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ ലെറ്ററും എനിക്ക് മെയിൽ വന്നു. പക്ഷേ ഞാൻ ആദ്യം ചെയ്തിരുന്ന ജോലിയും ഇപ്പോൾ എനിക്ക് കിട്ടിയ ജോലിയും കരാർ അടിസ്ഥാനത്തിലുള്ള ജോലിയായിരുന്നു. കരാർ ജോലിയുടെ ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് മാതാവിനോട് ഞാനൊരു സ്ഥിരം സർക്കാർ ജോലിയാണ് മാതാവിനോട് ചോദിച്ചത്. അങ്ങനെ ഞാൻ ഉടമ്പടി 2016 മുതൽ ഞാൻ PSC പരീക്ഷകൾ എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഒരു PSC റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു മൂലയിൽ പോലും കയറാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ 2022 ഞാൻ ഉടമ്പടി എടുത്ത വർഷം ആദ്യമായിട്ട് ഞാൻ LD ക്ലർക്ക് ലിസ്റ്റിൽ എൻ്റെ പേര് വന്നു. പക്ഷേ സപ്ലിയിലായിരുന്നു, പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. 17ാമത്തെ റാങ്ക് ആയിരുന്നു. 10-നുള്ളിലെങ്കിലും വന്നാലേ നമുക്ക് അവസാനമെങ്കിലും കിട്ടത്തുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കുകയും അച്ഛനെ കണ്ട് എൻ്റെ റാങ്ക് ലിസ്റ്റ്, എൻ്റെ പേര് വരുന്ന ആ പേജ് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ച് വാങ്ങിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് 3 മാസം മുന്നേ എനിക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ LD ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചു. അടുത്തതായിട്ട് ഞാൻ വനിതാ വികസന കോർപ്പറേഷനിൽ ജോയിൻ ചെയ്ത് 3 മാസം കഴിയുന്ന സമയത്ത് എനിക്ക് എൻ്റെ ബാക്ക് സൈഡിലായിട്ട്, അതായത് നമ്മുടെ ടെയിൽ ബോൺ വരുന്ന അവിടെ ഒരു സൂചി കുത്തുന്ന രീതിയിലുള്ള ഒരു വേദന അനുഭവപ്പെടുകയും ഞാനത് ആദ്യം വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും എനിക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു. ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, നമുക്ക് നിവർന്ന് കിടക്കാൻ പറ്റത്തില്ല. ഞാൻ 2 വീലറിലാണ് ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ബാക്കിൽ ബാഗ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ അത് ഒരു ഇൻഫെക്ഷൻ പോലെ ആയി അത് പൊട്ടി പഴുത്ത് വന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ബാക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ എനിക്കും അതെന്താണ് അവസ്ഥയെന്ന് എനിക്കും കാണാൻ പറ്റിയില്ല. അങ്ങനെ വേദന സഹിക്കാൻ പറ്റാതെ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട ഒരു ജോലിയായിരുന്നു എനിക്ക്. അപ്പോൾ ഇരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി.
ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇത് ഇൻഫെക്ഷനായി, നമുക്കിത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് ഈ ടിഷ്യൂസ് റിമൂവ് ചെയ്യണം. അങ്ങനെ നെക്സ്റ്റ് ഡേറ്റിൽ തന്നെ സർജറിയുടെ ഡേറ്റ് തന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ കോൺട്രാക്റ്റ് പോസ്റ്റ് ആണെങ്കിലും ഞാൻ 3 മാസം പോലും ആയിട്ടില്ല ജോയിൻ ചെയ്തിട്ട്. അങ്ങനെ കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ലീവ് എടുക്കാനും പറ്റത്തില്ല. മാതാവിനോട് ഞാൻ സർജറി എങ്ങനെയെങ്കിലും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ സർജറിക്ക് അടുത്ത ദിവസം തന്നെ ഡോക്ടർ ഡേറ്റ് തന്നു. ഞങ്ങൾ സർജറിക്ക് മുന്നേ ചെയ്യേണ്ട എല്ലാ ടെസ്റ്റുകളും ചെയ്തു. നെക്സ്റ്റ് ഡേ രാവിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സർജറിയുടെ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ തന്നു. ഡ്രിപ്പ് ഇട്ടു. തിയേറ്ററിൽ കയറ്റുന്നതിന് തൊട്ട് മുന്നേ ഡോക്ടർ പറഞ്ഞു നമുക്കിപ്പം തൽക്കാലം സർജറി ചെയ്യണ്ട, നമുക്ക് മെഡിസിനിൽ മാറുമോ എന്ന് നോക്കാം. അങ്ങനെ ദൈവമാതാവ് ആയിട്ട് ആ സർജറി മാറ്റി തന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞത് 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനകം ഈ രോഗം പിന്നെ വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ 2 വർഷത്തോളമായി ആ രോഗത്തിൻ്റെ ഒരു പൊടി പോലും എനിക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇവിടുന്ന് തന്നിരുന്ന ഉടമ്പടി പത്രം പ്രാർത്ഥിച്ച് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോഗികളെ കണ്ട് അവർക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കൂടാതെ വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് തുടങ്ങി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. എൻ്റെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത് എൻ്റെ വീടിനടുത്ത് തന്നെ സിറ്റിയിലായിട്ട് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു. അവിടെ തീരപ്പൊടി പിള്ളേരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞായറാഴ്ചകൾ തോറും പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ഞാൻ അവിടെ പോയി കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത് ഉച്ചയ്ക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുക്കും. പിന്നെ സാമ്പത്തികമായിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ ഡൊണേഷനൊക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പാവപ്പെട്ടവരെ കണ്ടെത്തി ഫുഡ് വാങ്ങി കൊടുക്കുമായിരുന്നു. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സാക്ഷ്യം പറയാൻ വൈകിയതിനും 1000 ക്ഷമ ചോദിക്കുന്നു. ആവേ മരിയ.